ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായൊരു മോഡേൺ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത്. ഒരു എ ലൈൻ ഫ്രോക്കാണ്. വേസ്റ്റിൻ്റെ അവിടെ ഒരു ബോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഓണം അടുക്കാറായി തുടങ്ങി. അപ്പോൾ ഓണത്തിന് പറ്റിയൊരു മോഡലാണ്, ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഒരു സാരിയാണ്. ആ സാരി കൊണ്ട് ഒരു മോമൻ ഡോട്ടർ കോംബോ ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഡോട്ടറിൻ്റെ ഡ്രസ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ മോമിൻ്റെ ഡ്രസ്സും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു 5 മീറ്റർ തുണി കൊണ്ട് എങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഒരു മോമൻ ഡോട്ടർ കോംബോ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ഡോട്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം 12, 13, 14 ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന മീഡിയം മെഷർമെൻറ്റാണ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാരിയുടെ ബോർഡേഴ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ആ ബോർഡേഴ്സ് വേണ്ട സ്ഥലത്ത് മാത്രമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് അല്ല, നമ്മുടെ സാരിയുടെ ബോർഡേഴ്സ് രണ്ടും തന്നെ ജോയിൻ ചെയ്തിട്ട് താഴേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കുറച്ചിട്ടുള്ള ലെങ്ത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് ആ ബോർഡർ പീസും കൂടി ഏറ്റവും താഴത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ബോർഡർ പീസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ബോയും കൂടി വേസ്റ്റിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു പീസ് നമ്മുടെ എൽബോ ലെങ്ത്തുള്ള സ്ലീവാണ് ഇവിടെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൽബോ ലെങ്ത്തുള്ള സ്ലീവിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡർ പീസും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല പഫി ആയിട്ടുള്ള സ്ലീവിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല മോഡേൺ ആയിട്ടുള്ള എ ലൈൻ ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡർ പീസസ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ബോർഡറാണ് നമ്മുടെ എ ലൈൻ ഫ്രോക്കിൻ്റെ താഴേക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ബോർഡേഴ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് എന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രമാത്രം പഫ് വേണോ അതിനനുസരിച്ച് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പഫി ആയിട്ടുള്ള നല്ല മോഡേൺ ആയിട്ടുള്ള സ്ലീവ് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ സ്ലീവും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ആ നെക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്കാണ്, ക്യാൻവാസ് ഒന്നും വെക്കാതെ നല്ല ഭംഗിയിൽ എങ്ങനെയാണ് സ്ക്വയർ നെക്ക് തയ്ക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓണം അടുത്ത് തുടങ്ങി. ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഓണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ലാസ്റ്റ് ഇയറും ഒത്തിരി സ്കേർട്ടും ടോപ്പ് ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത് പല മെഷർമെൻറ്റ്സിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഓരോ മോഡലിലാണ് നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് കയറി എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ പോകുന്ന പഫി ആയിട്ടുള്ള മോഡേൺ സ്ലീവാണ് വെച്ചിട്ടുള്ളത്. എൽബോ ലെങ്ത്തിലുള്ള സ്ലീവാണ്. എൽബോ ലെങ്ത്തിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ചെറിയൊരു ബോർഡർ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ സൈഡും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭംഗിയുള്ളതായ എ ലൈൻ ഫ്രോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ലൈൻ ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തായിട്ട് നമ്മുടെ ബോർഡറും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ബോർഡറും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു എ ലൈൻ ഫ്രോക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എ ലൈൻ ഫ്രോക്കിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വേസ്റ്റിലേക്ക് ഒരു ബോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നെല്ലാം തന്നെ നമ്മുടെ വീഡിയോയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ബോവും അതിൻ്റെ ഹാങ്ങിങ്ങും ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ആ ഒരു ബെൽറ്റ് ഈ ഒരു ഫ്രോക്കിന് ഒന്നും കൂടി ഭംഗി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇടാൻ പറ്റുന്ന പുതിയൊരു മോഡലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത്. ഫൈനലി നമ്മുടെ വേസ്റ്റ് ബെൽറ്റിന് വേണ്ടതായ ഒരു ബോയും ഹാങ്ങിങ്ങും സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് ബെൽറ്റിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മുടെ ബോയും ഇനിയൊരു സൈഡിലേക്ക് നമ്മുടെ ബോയിൻ്റെ അവിടെ ഒരു ഹുക്ക് വെക്കുന്നുണ്ട്. ആ സെക്യൂർ ചെയ്യാനുള്ള ലൂപ്പും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള മോഡലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഉടുപ്പ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പുതിയൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇതേ നമ്മുടെ മോമൻ ഡോട്ടർ കോംബോയിലെ മോമൻ്റെ ഡ്രസ്സ് നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു സാരി കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ളതായ ഒരു ഡ്രസ്സ് ഇങ്ങനെ തയ്ക്കാമെന്നാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ അടിപൊളിയായിട്ട് കാണാം. ഇത്ര നാളും തന്ന സപ്പോർട്ട് താങ്ക് യു സോ മച്ച്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ.